എൽ സി യു സിനിമയുടെ തുടക്കം എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്ന എൽ സി യു ഷോർട്ട് ഫിലിം എന്നാണ് റിലീസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കുറേ നാളുകളായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. എന്നാൽ ഒരു ഒഫീഷ്യൽ ആയിട്ട് ഒരു അപ്ഡേറ്റ് വരാനായിട്ട് പോവാണ്. ഈ ദിവസമാണ് ഒരു വളരെ പ്രത്യേകമായിട്ട് ഒരു സ്പെഷ്യൽ ഡേറ്റ് എന്നാണ് ഈ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എൽ സി യു ഷോർട്ട് ഫിലിമിനെ കുറിച്ചും കൂടെ തന്നെ റോളക്സ് ആൻഡ് ലിയോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു കോമ്പിനേഷൻ കൂടി വരാൻ പോകുന്ന ഒരു സിനിമ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒപ്പം തന്നെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഓരോ ദിവസവും ഈ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ലോക നിലവാരമുള്ള ഒരു വലിയൊരു സിനിമയായിട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് കാണിക്കുന്ന തരത്തിലാണ് ഈ സിനിമയുടെ ഓരോ ദിവസത്തെ അപ്ഡേറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നത്. ലൂസിഫറിൽ കണ്ടേക്കുന്ന എന്നാൽ കാണാത്ത ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നേക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ലാലേട്ടന്റെ ക്യാരക്ടർ ഓൾറെഡി ഒരു പവർഫുൾ ക്യാരക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ആയിരിക്കും ശരിക്കും ഷോ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. എൽ സി യു അഥവാ ലോകേഷ് കനകരാജ് സിനിമ, ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് തന്നെ പറയാതെ പറ്റില്ല. സിനിമ എന്നല്ല പറയുന്നത്, ഷോർട്ട് ഫിലിം എന്ന് വേണം പറയാനായിട്ട്. ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം നിന്നാണ് ഈ ഒരു കഥ തുടങ്ങിയത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ലോകേഷ് കനകരാജിനെ പല വേദികളിലും വെച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന യൂണിവേഴ്സിനകത്ത് വന്നിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം നിന്നായിരിക്കും ഒരു കാര്യം തന്നെയായിരുന്നു മുന്നേ തന്നെ പറഞ്ഞിരുന്നത്. ഈ ഷോർട്ട് ഫിലിം എപ്പോഴാണ് റിലീസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കുറേ നാളുകളായിട്ട് ഇതിന്റെ റൂമറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം, അതായത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് മാസം 14 തീയതി ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ കടവുൾ എന്ന് പറയുന്ന ലോകേഷ് കനകരാജിന്റെ ബർത്ത്ഡേ അന്നാണ് ഈ സിനിമ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്, ഷോർട്ട് ഫിലിം ആയിട്ട് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം കൈദിക്ക് ഒരു കൈദി 2 ഉണ്ട്, വിക്രമിന് ഒരു വിക്രം 2 ഉണ്ട്. അപ്പോൾ ലിയോ എന്ന് പറയുന്ന സിനിമയ്ക്ക് മാത്രം ഒരു സെക്കൻഡ് പാർട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു മോശമായിട്ടൊരു കാര്യമല്ല. നമുക്ക് ഫാൻസുകാർക്ക് അത് ഒട്ടും ദഹിക്കാത്തൊരു കാര്യമാണ്. നമുക്കറിയാം വിജയുടെ പൊളിറ്റിക്കൽ എൻട്രിയോട് കൂടിയിട്ട് സിനിമ അവസാനിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകേഷ് കനകരാജിന്റെ അടുത്ത സിനിമ എന്ന് പറയുന്ന കൈദി 2 എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മൾ മുൻപേ തന്നെ പറഞ്ഞ അപ്ഡേറ്റ് അനുസരിച്ച് ഈ സിനിമയ്ക്കകത്ത് റോളക്സിന്റെ കഥാപാത്രം വരും എന്നുള്ളൊരു കാര്യം നമ്മൾ മുന്നേ തന്നെ ഒരു അപ്ഡേറ്റ് തന്നെയായിരുന്നു. ഒപ്പം തന്നെ കമൽഹാസന്റെ വിക്രം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കൂടി ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മുന്നേ തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈദി 2-ല് ലിയോയുടെ ഒരു ക്യാമിയോ വരാനായിട്ട് പോകുന്നുണ്ടെന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ലിയോ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറിന്റെ പാസ്റ്റ് എന്താണെന്നൊരു കാര്യം കൃത്യമായിട്ട് എവിടെയും കാണിച്ചിട്ടില്ല. ഒരാൾ പറയുന്ന ഒരു കഥ മാത്രമാണ് നമ്മൾ ഈ ലിയോയുടെ പാസ്റ്റ് ആയിട്ട് കണ്ടേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ആ ഒരു ക്യാരക്ടർ എത്രത്തോളം പവർഫുൾ ആണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമിയോ ആയിരിക്കും വരാന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയ് ഓൾറെഡി പൊളിറ്റിക്കൽ കരിയർ ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും ക്യാമിയോ സംഭവിക്കുക എന്നുള്ളൊരു കാര്യമായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിയോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു വോയിസ് ഓവർ ആയിരിക്കും കൈദി 2 എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് സംഭവിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 4 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്, വിക്രം, ദില്ലി, റോളക്സ് ആൻഡ് ലിയോ എന്ന് പറയുന്ന 4 ക്യാരക്ടേഴ്സ് ആണ് ഇപ്പൊ എൽ സി എന്ന് പറയുന്ന യൂണിവേഴ്സിനകത്ത് വരാനായിട്ട് പോകുന്നത്. അതൊരു വലിയൊരു അപ്ഡേറ്റ് തന്നെ എന്നുള്ളൊരു കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം ഫാൻസുകാർ ഒരുപാട് കാത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫാൻസുകാർക്ക് ഇതിൽ വലിയൊരു സന്തോഷ വാർത്ത വേറെ കിട്ടാനായിട്ടില്ല. മലയാള സിനിമയുടെ ഒരേ ഒരു മോഹൻലാൽ, ഒരേ ഒരു എമ്പുരാൻ, മോഹൻലാലിന്റെ തന്നെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പടം എന്ന് പറയുന്ന സമയത്തും ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റോട് കൂടിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മലയാള സിനിമ എന്നുള്ള രീതിക്ക് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് അല്ലാതെ വേറൊരു സിനിമയ്ക്കും ആ ഒരു സ്ഥാനം ഇല്ല എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് വരാൻ പോകുന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഓരോ ദിവസം വരുന്ന അപ്ഡേറ്റുകൾ കാണുന്ന സമയത്തും, രാവിലെ 10 മണിക്കും വൈകിട്ട് 6 മണിക്ക് വരുന്ന ഓരോരോ അപ്ഡേറ്റുകൾ വരുന്ന സമയത്തും പുതിയ കാസ്റ്റുകൾ ഇങ്ങനെ റിവീൽ ചെയ്തുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. കുറച്ച് ദിവസം മുമ്പ് വരെ വന്നേക്കുന്ന പല അപ്ഡേറ്റുകൾ കാണുന്ന സമയത്തും ലൂസിഫർ സിനിമയ്ക്കകത്ത് കണ്ടേക്കുന്ന പല ക്യാരക്ടേഴ്സിനെ തന്നെയാണ് എമ്പുരാൻ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആയിട്ട് കൊണ്ടുവന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ വന്നേക്കുന്ന അപ്ഡേറ്റുകൾ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും സിനിമയിൽ ഷൈൻ ചെയ്യാനായിട്ട് പോകുന്നത് പൃഥ്വിരാജ് ആയിരിക്കുമോ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിപ്പോയി. ഇപ്പോൾ വന്നേക്കുന്ന കാസ്റ്റ് ആൻഡ് ക്രൂ അപ്ഡേറ്റുകളുടെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വന്നേക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സെർജി ലെനോവോ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ചെയ്യുന്ന മൈക്ക് നിക്കോവോ എന്ന് പറയുന്ന ഒരാളുടെ ഒരു കഥാപാത്രമാണ്. ശരിക്കും ഈ എമ്പുരാൻ സിനിമയുടെ അവസാന ഭാഗത്ത് ആ ഹെലികോപ്റ്റർ ഷോട്ട് കാണിക്കുന്ന സമയത്ത് അതിനകത്ത് ആ ഹെലികോപ്റ്റർ തുറന്നു കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും ഇദ്ദേഹം ചെയ്യുന്നത്. അതായത് ഒരു റഷ്യൻ ഗാങ്സ്റ്റർ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഈ ഖുറേഷി അബ്രാം എന്ന് പറയുന്നത് കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമല്ല, അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഖുറേഷി അബ്രാം എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സിൻഡിക്കേറ്റ് ആണ്, ഒരു നെക്സസ് ആണെന്നുള്ളൊരു കാര്യം ഓൾറെഡി സിനിമയ്ക്കകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്, ലൂസിഫർ സിനിമയ്ക്കകത്ത് തന്നെ. സോ ആ ഒരു കഥാപാത്രത്തിന്റെ അടുത്ത് നിൽക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കഥാപാത്രം വന്നിരിക്കുന്നത്. ഈ സിനിമയ്ക്കകത്ത് വന്നിരിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് റോബർട്ട് മക്കാത്തി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ശരിക്കും അലക്സ് ഓ നെൽ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു കഥാപാത്രത്തിന് ചെയ്തേക്കുന്നത്. ഇയാൾ ആരാന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൂസിഫർ സിനിമയുടെ തുടക്ക ഭാഗത്ത്
ഈ ഖുറേഷി അബ്രാമിനെ കുറിച്ച് പറയുന്ന ഒരു രംഗം കാണിക്കുന്നുണ്ട്. ഒരു തുടക്കത്തിൽ ഒരു ഓഫീസറുടെ ഒരു സീനാണ് കാണിക്കുന്നത്. ആ ഒരു റോള് ചെയ്തേക്കുന്ന ആൾ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അതായത് ഖുറേഷി അബ്രാം എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന സമയത്ത് അയാളുടെ ഒരു റിവീലേഷൻ, അയാൾ ആരാണ്, എന്താണ്, അവരെന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിനെ അന്വേഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റിവീൽ ചെയ്യുന്ന ഒരുപാട് സീക്വൻസുകൾ എമ്പുരാൻ സിനിമയിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. പിന്നീട് ഇവിടെ വന്നിരിക്കുന്ന മറ്റൊരു കഥാപാത്രത്തിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശുഭാംഗി ലത്കർ എന്ന് പറയുന്ന ഒരാൾ ചെയ്തേക്കുന്ന ബാഹ്യ ബീഗം എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ തന്നെയാണ് ഇവിടെ റിവീൽ ചെയ്തേക്കുന്നത്. ഈ ബാഹ്യ ബീഗം എന്ന് പറയുന്ന സമയത്ത് ഒരു പാകിസ്ഥാനി കണക്ട് പോലെ എനിക്ക് ആദ്യം ഫീൽ ചെയ്തായിരുന്നു. പാകിസ്ഥാൻ അല്ലെങ്കിൽ ഒരു അഫ്ഗാനിസ്ഥാൻ കണക്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. നമുക്കറിയാം ഈ സിനിമയുടെ പല രംഗങ്ങളും അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഖുറേഷി അബ്രാം നെക്സസിന്റെ ആ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലമാണ് അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ. സോ അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഈ ബാഹ്യ ബീഗം എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ കഥാപാത്രം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സുരയ്യ ബീബി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ഇവരുടെ കഥാപാത്രത്തിന്റെ ഒരു പ്രത്യേകത കാണുന്ന സമയത്ത് തന്നെയാണ് ശരിക്കും ഈ സിനിമയ്ക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കഥാപാത്രമായിരിക്കും ഇവർ ചെയ്തേക്കുന്നൊരു കാര്യം എനിക്ക് തോന്നിയത്. കാരണം ഇവിടെ ഇവർ പറയുന്ന അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്തേക്കുന്ന റോൾ എന്ന് പറയുന്നത് മസൂദ് എന്ന് പറയുന്ന ആളുടെ അമ്മയായിട്ടുള്ള ഒരു കഥാപാത്രം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് മസൂദ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന പൃഥ്വിരാജ് ചെയ്തേക്കുന്ന ആ ഒരു കഥാപാത്രത്തിന്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ അമ്മയായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണെന്നുള്ളൊരു കാര്യം അറിയില്ല. ഒസിയൽ ജിവാനി എന്ന് പറയുന്ന ഒരാൾ ചെയ്തേക്കുന്ന സഹീർ മസൂദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ നോക്കിക്കഴിഞ്ഞാലും ഈ മസൂദ് എന്ന് പറയുന്നത് ഒരു ഫാമിലി നെയിമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു കഥാപാത്രങ്ങളെയാണ് ഇപ്പം ഈ അടുത്തുള്ള എല്ലാ ദിവസങ്ങളിലും റിവീൽ ചെയ്തേക്കുന്നതായിട്ട് കാണിച്ചേക്കുന്നത്. അതായത് സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ, പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിനെ ഏറ്റവും കൂടുതൽ റിവീൽ ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഈ എമ്പുരാൻ സിനിമ എന്നുള്ളൊരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കുട്ടിയുടെ ഈ ഒരു ക്യാരക്ടറിനെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടി ചെയ്തേക്കുന്ന കഥാപാത്രത്തിന്റെ പേര് സഹീർ മസൂദ് എന്നാണ്. ഈ കുട്ടി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ ബയ്യായിട്ട്, ഇദ്ദേഹത്തിന്റെ ബ്രദറായിട്ട് ഒരാൾ ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ശരിക്കും അദ്ദേഹത്തിന്റെ പേര് കാണുന്ന സമയത്താണ് കാർത്തികേയ ബയ്യ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഈ കാർത്തികേയ ആരാന്നുള്ളൊരു കാര്യം അന്വേഷിച്ചു പോകുന്ന സമയത്താണ് ശരിക്കും നമ്മുടെ സലാർ സിനിമയ്ക്കകത്ത് പൃഥ്വിരാജിന്റെ ചൈൽഡ്ഹുഡ് കഥാപാത്രം ചെയ്തേക്കുന്ന ആ ഒരു കുട്ടിയാണ് ഈ ഒരു കഥാപാത്രം എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. സോ സയ്യിദ് മസൂദുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുടെ റിവീലേഷൻ ആണ് ശരിക്കും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് സംഭവിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് സയ്യിദ് മസൂദിന്റെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസും സയ്യിദ് മസൂദ് ആരാണ്, അദ്ദേഹം എന്താണെന്നൊക്കെ കാണിക്കുന്ന, അദ്ദേഹത്തിന്റെ പാസ്റ്റ് കൃത്യമായിട്ട് കാണിക്കുന്ന, അയാളൊരു പക്ഷേ ഫാമിലിയിൽ നിന്ന് അകറ്റപ്പെട്ടേക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരുപക്ഷെ ആ സമയത്തായിരിക്കാം ഈ എങ്ങനെയാണ് സയ്യിദ് മസൂദ് ഈ പറയുന്ന മലയാളിയായിട്ടുള്ള സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ലാലേട്ടൻ്റെ ഒരു കഥാപാത്രം, അതായത് ഖുറേഷി അബ്രാം എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആയി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഒരു രംഗം തന്നെയായിരിക്കും ഈ സിനിമയിലൂടെ കാണിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ. പിന്നെ ആസ് യൂഷ്വൽ ഈ സിനിമയിൽ വന്നേക്കുന്ന മറ്റ് കഥാപാത്രങ്ങൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ലൂസിഫറിനകത്തുള്ള പോലെ ജാൻവി എന്ന് പറയുന്ന സാനി ഏപ്പൻ ചെയ്തേക്കുന്ന ഒരു കഥാപാത്രം വരുന്നുണ്ട്. പിന്നെ ലൂസിഫർ സിനിമയ്ക്കകത്തൊക്കെ അവസാനം പറയുന്ന പോലെ തന്നെ ഒരു മര്യാദയ്ക്ക് വേണ്ടത് എന്ന് പറയാനായിട്ട് എമ്പുരാൻ സിനിമയ്ക്കകത്ത് നമ്മളുടെ ബൈജു സന്തോഷിന്റെ ആ ഒരു മുരുകൻ എന്ന് പറയുന്ന കഥാപാത്രം വരുന്നുണ്ട്. സായ് കുമാറിന്റെ ഒരു വില്ലൻ കഥാപാത്രം വരുന്നുണ്ട്. വർമ്മ സാറേ എന്ന് പറയുന്ന ഒരു ഡയലോഗ് കേൾക്കുന്ന സമയത്ത് തന്നെ സംഭവം ഒക്കെ കത്തും അല്ലെ, ഒരു പവർ ഉണ്ട് അത് പറയുന്ന സമയത്ത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ PK രാംദാസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിരുന്ന പോലെ ഈ സിനിമയ്ക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ഫാസിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു കഥാപാത്രം. നെടുമ്പള്ളി അച്ഛൻ, നമുക്കറിയാം സിനിമയ്ക്കകത്ത് ലൂസിഫർ സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു അച്ഛൻ്റെ റോൾ ചെയ്തേക്കുന്ന ഒരു കഥാപാത്രത്തിന് കണ്ടിട്ടുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളി ആരാണ്, അദ്ദേഹത്തിന്റെ അച്ഛൻ ആരാന്ന് കൃത്യമായിട്ട് അറിയുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു അച്ഛൻ മാത്രമാണ്. അതായത് ഇയാൾക്ക് മാത്രമാണ് ആരാണ് ശരിക്കും സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് അറിയും. സോ ആ ഒരു മിസ്റ്ററി സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിവീലേഷൻ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാവും. സോ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന കാസ്റ്റ് ആൻഡ് ക്രൂ അപ്ഡേറ്റുകൾ. നമുക്കറിയാം ഇന്ത്യയുടെ അകത്തും മലയാളികൾ മാത്രമല്ല, മലയാളികളുടെ അപ്പുറത്തോട്ട് ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് കാസ്റ്റുകളും പോരാത്തതിന് ഇപ്പോൾ ഹോളിവുഡിൽ നിന്ന് പോലും, ഔട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് പോലും ഒരുപാട് കാസ്റ്റ് ആൻഡ് ക്രൂകളാണ് ഈ സിനിമയിൽ വന്നേക്കുന്നത്. വലിയ ബഡ്ജറ്റ് വന്നേക്കുന്ന സിനിമയാണ്. സോ ഈ സിനിമയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. ഒരു വലിയ സിനിമയായിട്ട് മാറും എന്നുള്ളൊരു കാര്യത്തിന് പ്രതീക്ഷിക്കുകയാണ്. സോ ഒരു വലിയ വിജയമായിട്ട് മാറട്ടെ എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മോഹൻലാൽ ഫാൻ എന്നുള്ള രീതിക്ക് ഒരു വലിയൊരു സിനിമ, മോഹൻലാലിൻ്റെ ഒരു കംബാക്ക് ആയിട്ട് വരുന്ന ഒരു വലിയൊരു സിനിമയായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ മാറട്ടെ. വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് അപ്ഡേറ്റുകൾ ഇനി വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ തന്നെ ആയിരിക്കും. കാരണം മാർച്ച് 27 അടുത്തേക്ക് എത്തുന്ന സമയത്ത് പുതിയ ക്യാരക്ടേഴ്സിന് ഒരുപാട് ഇവർ റിവീൽ ചെയ്യും. അത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏത് ക്യാരക്ടറിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? എമ്പുരാൻ സിനിമ കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്, ചാപ്റ്റർ എന്ന് പറയുന്ന ദി LCU സിനിമ കാണാനായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണെന്നുള്ള ഒരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ടു നാൾസ് ബെസ്റ്റ് സൈനിങ് ഔട്ട്. ബൈ.